അപ്പൊ ഡയറക്റ്റ് മെസ്സേജ് വരും. എന്തെല്ലോ കോളേജല്ല ഇത്ര വലിയ വലിയ കോളേജ്. ഇവിടുന്ന് പോകുന്നില്ല. ഹലോ ഗൈസ്, അപ്പോ നാട്ടിലേക്ക് പോകുന്ന നമ്മ രണ്ടാളും നാട്ടിലേക്ക് പോകുന്ന എന്തെങ്കിലും മെയിൻ റീസണ് നൂറാൻ്റെ പ്രഗ്നൻസിയുടെ ടൈമായി, ഡെലിവറി ടൈമായി. അപ്പോൾ ഇൻഷാല്ല ഞാൻ അങ്ങനെ മുന്നേ കൺകൂട്ടിയത് ഇൻഷാല്ല. അപ്പോൾ ഒരു സെറ്റായിട്ട് വന്നല്ലോ. അപ്പോൾ ഞാൻ മാത്രം ഇപ്പോൾ പെട്ടെന്ന് തീരുമാനിച്ചു പോകാൻ വേണ്ടിയിട്ട് നാട്ടിലേക്ക് പോകുന്നത്. വേറൊരു പരിപാടി കൊണ്ട് കൂടി. അപ്പം ഇൻഷാല്ല ഞാൻ സർപ്രൈസ് ആക്കിയിട്ട് പോകുന്നത്. ആസിഫ് പോന്ന് എന്തായാലും ആസിഫ് ചെല്ലീന് ഞാനിപ്പോൾ ആ ടൈമിന് എത്തുന്നല്ല ചെല്ലീന്. അപ്പം ഞാനിപ്പോൾ ചെല്ലിയിട്ട് എന്താ കറക്റ്റ് ഇൻഷാല്ല നോക്കാം. ഈ പക്ക ചെല്ലുന്ന എന്തെങ്കിലാ പക്കല്ലേ ഞാൻ ബസ് ഓൻ ചെന്ന സർപ്രൈസ് പൊട്ടിക്കോന്ന് പൊട്ടിച്ചിട്ട് നാട്ടിലേക്ക് എത്താല. ഗൈസ് അങ്ങനെ ദുബായ് എയർപോർട്ടിലേക്ക് എത്തി. സെറ്റല്ലേ സെറ്റ് സെറ്റ്. രണ്ട് ഫോട്ടോ എടുക്കാമല്ലോ ഒന്ന് ഗൈസ്. എല്ലാം റെഡിയായി ഗൈസ്. അപ്പോൾ ഇത് 20 അതാ ബോർഡിങ് പാസ്സെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഫ്ലൈറ്റിനെ വെയിറ്റ് ആക്കുന്നുണ്ട്. തിരിച്ചുകൊണ്ടിരിക്കണ്ട തിരിക്കുന്നതിൻ്റെ കൂടി തിരിച്ചോണത് തല തിരിയുന്നല്ലോ വ്ളോഗ് നോക്കിയിട്ട് മനുഷ്യന്മാർക്ക് ഗായ്സ്. അപ്പോൾ എന്തല്ലെങ്കിലേ കുറച്ചൊരാൾക്കെല്ലാം ഇതുണ്ടോ ഡൗട്ട് ഉണ്ടോ എന്തെല്ലാം ഷിംസിൻ്റെയൊക്കെ ഞാൻ പോയിനല്ലോ. ഞാൻ എപ്പോൾ ദുബായിന്ന് പയ്യോട്ട് വന്നേന്നല്ലോ. അപ്പോൾ എന്തല്ലെങ്കിൽ ഞാൻ നാട്ടിലൊക്കെ പോയിട്ട് അവിടെ ചെറിയ പരിപാടിയെല്ലാം ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് റിട്ടേൺ വന്നേനെ. വന്നിട്ട് എന്തെങ്കിലും വ്ളോഗ് ഒന്നും എടുത്തിട്ടാ പിന്നെ ഞാൻ ഒറ്റക്ക് വന്നല്ലേ. വ്ളോഗ് ഒന്നും എടുത്തിട്ട് അവരെ കൊണ്ടാക്കിയിട്ട് ഞാൻ വന്നേനെ കുറച്ച് ദിവസം വന്നിട്ട്. പിന്നെ ഇപ്പോൾ അതിൽ ആസിഫ് പോകുമ്പോൾ ആസിഫ് സർപ്രൈസ് ആക്കിയിട്ട് ഇന്ന് സംഭവം എന്താ പറയുക ഒരു സ്പെഷ്യൽ എൻഗേജ്മെൻ്റ് ആയിട്ട് ഇപ്പോൾ അല്ല മറ്റേ ചോക്ലേറ്റ് കൊടുക്കുന്നത് അതല്ലേ ആ കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 കൊല്ലം 2 കൊല്ലമായി. അപ്പോൾ അതിൻ്റെ ഇന്ന് ആനിവേഴ്സറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആസിഫ് കൂടുതൽ സർപ്രൈസ് ആയിട്ട് ഇന്ന് പോകുന്നത്. ഇല്ലെങ്കിൽ വേറൊരു ദിവസം പോകാൻ എന്തായാലും ഒരു 2 മാസം കഴിഞ്ഞിട്ട് പോകാന്നുള്ള പ്ലാനുണ്ട്. പിന്നെ അങ്ങനെ നോക്കും പിന്നെ നബിദിൻ നോക്കും അങ്ങനെ എല്ലാം ആയിട്ട് ആസിക്ക് ഇന്ന് ഞാൻ എന്തൊക്കെ ടിക്കറ്റ് എടുത്തു. ഞാൻ ചെറുങ്ങനെ ഒന്ന് തക്കിരിച്ചില്ലേ ചെറുങ്ങനെ ഒന്ന് തക്കിരിച്ച് ഓനപ്പന്നെ ടിക്കറ്റ് എടുത്തു തോന്നില്ല. അങ്ങനെ 1.5 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ആസിക്ക് വീണ്ടും നാട്ടിലേക്ക് വരികയാണ് ഗൈസ്. ഷിംസിനെ തോപ്പിക്കുന്നുള്ള ഗൈസ്. ഷംസിക്ക് മെസ്സേജ് അയച്ചിട്ട് തോപ്പിക്കുന്നുണ്ട്. ഓനിപ്പവും ഉള്ളതേടെ ഓന് പിക്കപ്പിന് വെയിറ്റ് ആക്കുന്നുള്ളത്. ഇവിടെ എയർപോർട്ടിൽ വന്നിട്ട് ഫ്ലൈറ്റിന് വന്നിട്ട് വെയിറ്റ് ആക്കുന്നുള്ളത്. എന്ത് ചെല്ലിയിൽ പോകണമില്ല ഗൈസ്. അപ്പം നമ്മൾ കുറച്ച് മുമ്പേ എത്തിനാ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഇവിടെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഷിംസിക്ക് സർപ്രൈസ് കൊടുക്കുന്ന എല്ലാ പണികളും നടന്നുകൊണ്ടുണ്ടാവാം. ഇപ്പോൾ യോനാട് അറിയുള്ള യോനിപ്പോൾ എയർപോർട്ടിൻ്റെ പുറത്ത് എൻ്റെ ലഗേജ് ഫുള്ളായിനാ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്തെല്ലോ കോളേജല്ല ഇത്ര വലിയ വലിയ കോളേജ് ഇതുവരെ ഇല്ലാത്ത സർപ്രൈസാണ് ആസിക്കിൻ്റെ കൊടുക്കാൻ പോകുന്നത്. സർപ്രൈസ് എന്താണെന്ന് അറിയാലോ ഫ്ലോപ്പ് ആവാന്ന് അറിയാലോ. ഒരു കുറേ നേരം ഇപ്പോൾ ഓൺലൈനിൽ ഇല്ലാതെക്കുമ്പോഴല്ല ചെറിയൊരു ഡൗട്ട് ആവാൻ ചാൻസ് ഉണ്ട്. ഇൻഷാല്ലാ സെറ്റ് ആവുന്നില്ല. സെറ്റപ്പ് ചെറിയൊരു സെറ്റപ്പ് നടത്തിയിട്ടുണ്ട്. നോക്കാം അങ്ങനെയല്ലാതെ ഓക്കെ കേസ്. അപ്പോൾ ഫ്ലൈറ്റിന് സമയമാവാനാവാം. സമയമാവനെങ്കിൽ എനിക്ക് 7:30 ഫ്ലൈറ്റ്. ഇപ്പോൾ 6:45. അപ്പോൾ ഇവിടെ നമ്മൾ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ ഫ്ലൈറ്റിൽ കയറാൻ പോലെ ഒരു ഫ്ലൈറ്റ് കേൾക്കുന്നില്ലാവാ. ഫ്ലൈറ്റിൽ കയറി
പിന്നെ ഒരു 20 മിനിറ്റ് ഉണ്ടാവും. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് സ്റ്റാർട്ടാവും. അതിന് പിന്നെ കുറച്ച് ക്ലാസ് എടുക്കലെല്ലാം ഉണ്ടാവും ചിലപ്പോൾ. അത് കഴിഞ്ഞിട്ട് പോണേ. ഓക്കെ. അപ്പോൾ ഷിംസിനോട് ഇപ്പോൾ ഞാൻ ചൊല്ലിയിട്ടുള്ള ഇപ്പം തിയേറ്ററിലുള്ള ഇത് കാണുന്നവർക്ക് ചിരി വന്നിട്ട് എന്താ അറിയില്ല. ഓൺലി ഇപ്പോൾ തിയേറ്ററിലേക്ക് തിയേറ്ററിലേക്ക് പോകുന്നത് ശരി. ഏജർക്ക് ഷോ ഉണ്ട്. അപ്പോൾ ഇന്ന് ഫ്ലൈറ്റുള്ള സമയത്ത് ഓൺലി ശരിക്കുള്ളത് അല്ല തിയേറ്ററിൽ ചെന്ന സമയത്ത് ശരിക്കുള്ളത് ഒരു ഫ്ലൈറ്റിൽ ചിഞ്ചിനാനെ കാണാൻ വേണ്ടി അവൻ ഫ്ലൈറ്റ് കയറി വരികയാണ്. അപ്പോൾ അങ്ങനത്തെ കഥ. അപ്പോൾ ഇങ്ങനെയാണ് എന്താണ് എന്നെല്ലാം അറിയാൻ മണിക്കൂറുകൾ മാത്രം. ഓക്കെ, സ്റ്റേ ട്യൂൺ. ഫ്ലൈറ്റ് നല്ല വിടുന്നുണ്ട്. സമയം 7:30 കഴിഞ്ഞു 5 മിനിറ്റ്. നേരെ വീഡിയോ എടുക്കണമെന്നുണ്ട്. പറിച്ചിട്ട് ഫോൺ കാണുമ്പോൾ വീഡിയോ നമ്മുടെ ഫിലിമല്ലോ ഫിലിം നോക്കിയിരുന്നു. 1.5 മണിക്കൂറിലെത്തും. പെട്ടെന്ന് 3 മണിക്കൂറിലെത്തിയാൽ നല്ല കറക്റ്റ് ടൈമിലെത്തി. അങ്ങനെ വിടാൻ കുറച്ച് അങ്ങനെ ഷോർട്ട് കട്ടിലോ അങ്ങനെയാ അല്ലാന്ന് ആടുന്ന് വിടാൻ കുറച്ച് ലേറ്റായി. വീട്ടിക്ക് കറക്റ്റ് ടൈമിലെത്തി. ചെറുങ്ങനെ ഒരു ഫ്ലോപ്പ് ആയിട്ടുണ്ട് കേസ്. എന്താ വെച്ചെങ്കിൽ ആസിക്ക് ഷിംസി ഒരു വക ഫോട്ടോ അയക്ക് ചെലിക്ക് ഓടുക്കുന്നു. ഞാൻ വേറെ കുപ്പായിട്ടില്ല. ഇന്ന് ഈ കുപ്പായിട്ടൊന്നും അറിയാലോ. അപ്പോൾ അങ്ങനെ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ആക്കും. പിടിച്ചു നിൽക്കും ഗൈസ്. ഫോട്ടോ അയക്കുന്നുള്ളതിലാണ് ചെറിയൊരു ഫ്ലോപ്പാവും. 4 വട്ടമായി വിളിച്ചിട്ടുള്ള ഫോട്ടോ അയക്ക്. അപ്പോൾ അതിലാണ് ചെറിയൊരു ഭയം. സെറ്റാകാം. ഓറിപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മളെ സർവീസ് ആക്കുമെന്നൊരു ഡൗട്ടും ഉണ്ടാവാം. നോക്കാം അത് കഥ. നമ്മളെ സാധനം കിട്ടി. സാധനം കയറ്റിക്കോ. എത്താനാവുമ്പോ ഫ്ലോപ്പ് ആവലുണ്ട്. ഇത് കഥ അറിയില്ല. രണ്ടാളെ ഫോൺ ഓഫ് അല്ലേ? അല്ല ഞാൻ ഇതിന്റെ അടുത്ത് മെസ്സേജ് വെച്ചിട്ടുണ്ടാ. ഇങ്ങനെ പോവാളാ. അങ്ങനെ ഞങ്ങൾ എത്തി, നാട്ടിലെത്തി. എന്ത് ചെല്ലാനുള്ള ഇതെല്ലാം ഫുള്ള് ഫ്ലോപ്പ് ആയി തോന്നുന്നു. സമയം 2:30 മിക്സിനേക്കാളും 1/2 മണിക്കൂർ ലേറ്റ്. 1/2 മണിക്കൂർ 3 മണി തന്നെ ആയിട്ടുണ്ടാവും. നബിദിനത്തിന്റെ ഫുള്ള് ചാമിച്ചിട്ടുണ്ട്. നബിദിനത്തിന് തന്നെ വന്നിന് ഒന്നാമത് ട്രെയിനിങ് എല്ലാം കൊടുക്കുന്നുണ്ട്. ഞങ്ങളെ കുണ്ടിലേക്ക് കഴിഞ്ഞ് ഗൈസ്. അപ്പൊ നീ പോയി ഞാൻ പോന്നേനെ. കൊച്ചില്ല വന്ന് കൊച്ചില്ല. അസ്സലാമലൈക്കും.
വരുന്നത് വീഡിയോ എടുത്തിട്ട് ഗൈസ് അവരങ്ങനെ ഒന്നിക്കുകയാണ് ഗൈസ്. ഷിംസി ഭയങ്കര സർപ്രൈസ് ആയി ഗൈസ്. ആസിക്ക് ഇതാ കുച്ചില്ല വന്ന ആടെ കാറിനുള്ളിലില്ല, കാറിനുള്ളിൽ ഓടിച്ചു നിൽക്കണ്ടായി. അപ്പി ഓർക്കുന്നുണ്ട് എണിച്ചിട്ടാ അപ്പിക്ക് നാളെ സർപ്രൈസ്. ആസിക്ക് ഇതിന്റെ ഉള്ളിൽ ഞാൻ ഇരുന്നിട്ട് ആവും ചോദിച്ചിട്ടാണെങ്കിൽ ഓൾക്കുണ്ടായിട്ടാ പണി അത് നല്ല മജേനെ തോറ്റും ചെയ്തു. എന്തെല്ലാം അറിയോ ഇവളെന്താ ആടെ ആസിക്ക് ഒരു ഫോണ് വെച്ചിട്ടില്ല. ആസിക്കിന്റെ ദുബൈയിലെ സിം ആടെ വെച്ചിട്ട് അതിലേക്ക് മെസ്സേജ് അയച്ചിട്ട് വെച്ചിട്ട് ഫ്ലൈറ്റ് മോഡ് ആക്കിട്ട് 9 മണിയാകുമ്പോ ഫ്ലൈറ്റ് മോഡ് ഓൺ ആക്കാൻ ശരി നടന്ന്. അപ്പൊ ഡയറക്റ്റ് മെസ്സേജ് വരും. അപ്പം ചുട്ടത് തിന്നിട്ട് വന്ന് വീട്ടിലടിച്ചിട്ട് വന്നേ. അപ്പി ഓർങ്ങുന്ന അപ്പേ അത് നീ വിളിക്കപ്പ വിളി. മതി എനിക്ക് ഷിംസിനോട് ഇത്തര കാളിച്ചു പണി. സെൽഫി ഇടാനും കഴിഞ്ഞില്ല. ലഗേജില് പോയിന് ഈ ഷർട്ട് കണ്ടെങ്കിൽ ഓൻക്കറിയും ഇത് ഒരു ഡൗട്ട് അല്ല വരും. അങ്ങനെ ആസിക്ക് എന്താക്കി ടോയ്ലറ്റിൽ പോയിട്ട് ഷർട്ട് ആയിട്ട് കുപ്പായുടെ തല മാത്രം എടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് കൊടുത്ത് കെട്ടി പൊട്ടിക്കുന്ന അങ്ങോട്ട് വെക്കുക. 2 കെട്ടിന് അങ്ങോട്ടേക്ക് ഫസ്റ്റ് വരുന്നേ നോക്കാം സാധനം ആർക്കെന്നാ നമ്മക്ക് ഫസ്റ്റ് തന്നെ ഞങ്ങൾക്ക് വന്നേ. അപ്പൊ മനസ്സിലായില്ലേ? രണ്ടാളും ഒന്ന് അതിന്റെ ഒന്ന് തന്നെ ഇടുന്നതാ. അമാല് കുശക്കെ അമാലുഷക്കെ എന്തത് സ്കെച്ച് ക്രയോൺസ് ബോക്സ് എന്തെല്ലാം ഉണ്ട്. കുഞ്ഞിക്കെടുത്തിന് അത് ഒരു സൈഡ് വെച്ചോ. ഇത് ഉപ്പാക്കെ കോപ്പിക്ക ഉപ്പാന്റെ ഫേവറേറ്റ് മുട്ടായി കിടയിന് പമ്പസ് ഒരു സൈഡ് വെച്ചോ. മുട്ടായി അങ്ങനെ കൊറേ കൊണ്ടുവന്നിട്ടാവേ ഞമ്മൾ ഇട് വെച്ചോ. ഏതൊക്കെ ഉമ്മ ചെരുപ്പ് പ്ലീസ് എടുക്ക പോ. ഉമ്മ പോയി ഉമ്മാരെ ചെരുപ്പ്. ഉമ്മ നല്ല ചെരുപ്പും അത് നിങ്ങൾ ഇട്ടിട്ട് നോക്ക ഇരിക്കോ. അങ്ങനെ ചെല്ലിട്ട് തന്നെ ആ പീടിയ കറ ഞങ്ങൾക്ക് തന്നെ ഇട്ടിട്ട് നോക്കുന്നു. നല്ല ഇതുണ്ടാവും, കംഫർട്ട് ഉണ്ടാവും. ഇന്റെ കുഞ്ഞിന്റെ അവിടെ തന്നെ വെച്ചോ. അതല്ല അപ്പേ പോ 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 മേങ്ങ്
നിനക്ക് ഇന്ന് പ്രോത്സാഹന സമ്മാനം കിട്ടിച്ചേ വലുതുണ്ടായിരുന്നു ഞാൻ ചെറുതെടുത്തിട്ട് ഓന് ഏർത്ത് കിട്ടിന പൊക്കിളിലൊക്കെ ഇടുന്ന ഞാൻ ഇതാ മുജായിദാ മോളൊക്കെ ഇടേ മാഷാ ഓൻ വലുതായിനതാ അതില് അതിന്റെ പച്ചമിഠായി ഇത് ഇനി ഇത്ര വലിയ അഡ്വർടൈസ്മെന്റ് ഇതാണ് ഹൈപ്പ് എന്നാലും വില കൂടി നാപ്പിച്ചീന് 30 റംസ് കൂടി നമ്മളെ പച്ചമുണ്ട അല്ലല്ല CCTV ഗൈസ് അതിപ്പോ വരുമ്പോ നിങ്ങൾ നോക്കിക്കോ ഗൈസ് ഞങ്ങൾ CCTV വെച്ചിരിക്കുകയാണ് രണ്ടമ്മായി ഉമ്മ മറ്റത് ഇത് സാധനം ഇത് തിന്നണം തിന്നെങ്കിൽ നീ തന്നെ പോണം അത് കാര്യം ഇതന്നെ ഇത് ഓവറായും പിന്നെ കിടാനുള്ള കുറച്ച് സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിന് അപ്പൊ പിന്നെ വേറെ കുറച്ച് സാധനമുണ്ട് സെറ്റ് ചോക്ലേറ്റ് കൊടുക്കുന്ന ഗിഫ്റ്റ് തന്നില്ലല്ലേ അല്ല നാസിക നിന്റെ മറ്റേ നിനക്ക് തന്ന ഗിഫ്റ്റ് എടുത്തോ അത് കാണിക്കും ഫസ്റ്റ് ഇത് ഷിൻസി ഇന്നലെ തന്നാ സർപ്രൈസ് ആക്കിയെന്നല്ല പതിനഞ്ചാം തീയതിയാണ് ഇപ്പൊ 16 ഇപ്പൊ 12 ഫ്ലൈറ്റ് അപ്പൊ ഞാൻ ചോക്ലേറ്റ് കുടിക്കുന്ന ദിവസത്തിലേക്ക് ടിക്കറ്റ് സെറ്റ് ആക്കി വന്നേ അപ്പൊ ഇത് ഗിഫ്റ്റ് ആക്കി തന്നെ ആസിക്ക് ചെല്ലോളോട് ആസിപ്പൂറ്റല് ഞാനൊരു ഗിഫ്റ്റ് കൊടുത്തിരുന്നല്ലോ എന്ത് നെല്ലി ആസിക്ക നീ എന്താ നിന്നോട് അറിയോ ഓളാക്കുന്നുണ്ട് നിനക്ക് ഓർമ്മയില്ല ഈ ചോക്ലേറ്റ് കൊടുത്ത ദിവസത്തിന്റെ ഓർമ്മയില്ല അതെനിക്ക് കൊടുക്കുന്നേ അപ്പൊ ഞാനിത് കേൾക്കാൻ കഴിച്ചില്ല എനിക്ക് ഞാൻ ഗിഫ്റ്റ് എല്ലാം പിന്നെ വെച്ചിട്ടുണ്ടല്ലോ അതിനെ ഞാൻ ചെല്ലത് ആസിപ്പു നിനക്ക് ഗിഫ്റ്റ് തരൂ ഗിഫ്റ്റ് കൊണ്ടുവരുന്നില്ലേ പൊളിച്ചല്ല എന്നോട് സർപ്രൈസ് ആക്കി പിന്നെ ചെല്ലു അപ്പം തന്നിട്ട് എന്ത് കൊണ്ടുവന്നിട്ട് ഇച്ചാക്ക് എന്ത് കൊണ്ടിട്ട് ഇച്ചാക്കതാ ലോക്കല് ഫോണ് കൊണ്ടുവന്നിട്ട് ഇച്ചാക്കി
ഓ റബ്ബ എന്ത് സർപ്രൈസ് ഫുൾ സക്സസ് എല്ലാ ലാസ്റ്റ് അനിയന് മാത്രം സൗണ്ട് കേട്ടിരുന്നു ഓൻ ഉറങ്ങുന്നുണ്ടായി ഓന് സൗണ്ട് കേട്ട കാണിക്കല ചാല കുടിച്ചിട്ട് കുറച്ച് പണിയുണ്ട് പിന്നെ നാളെ ജാഥ ഉണ്ട് കാലത്ത് നബിദിനത്തിന്റെ പരിപാടി ഉണ്ട് അപ്പൊ അത് ഒരു വേറൊരു ബ്ലോഗിലായിട്ട് നമുക്ക് വരാം